നമുക്ക് ഈ നിമിഷം യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് എന്ന് നോക്കാം. ആദ്യമായി സറണ്ടർ ടു ദ ഡിവൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫുൾ മൂൺ ആണ്, നമുക്കിന്ന് ഫുൾ മൂൺ ഡേ ആണ്. അപ്പോൾ ഇന്ന് ഫുൾ മൂൺ കിട്ടിയത് വളരെയധികം ഒരു പോസിറ്റീവ് സൈൻ ആണ്. എല്ലാം നമ്മളുടെ കൺട്രോളിലല്ല. നമ്മൾ വിചാരിക്കും നമുക്ക് പല കാര്യങ്ങളും നിയന്ത്രിക്കാൻ പറ്റും എന്ന്, പക്ഷേ 100% കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടക്കണമെന്നില്ല. പക്ഷെ അതിനൊരു കാരണം ഉണ്ടായിരിക്കും. മാനിഫെസ്റ്റേഷൻ ടെക്നിക്കും ലോ ഓഫ് അട്രാക്ഷൻ വെച്ചും ഒക്കെ നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. യൂണിവേഴ്സ് നമ്മളുടെ വിധി നിർണ്ണയിച്ചിരിക്കുന്നത് ഫ്ലെക്സിബിൾ ആയിട്ടാണ്. ചില കാര്യങ്ങൾ നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ ചില കാർമിക് ആയിട്ടുള്ള കടങ്ങൾ നമുക്ക് നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് ലഘൂകരിക്കാൻ പറ്റും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ നല്ലതിനായിക്കൊള്ളുന്നില്ല. നമുക്കത് പെട്ടെന്ന് ഈ ഒരു പ്രത്യേക മോമെന്റിൽ, ഈ ഒരു നിമിഷത്തിൽ നമുക്കതിന് വരും വരായികൾ മുഴുവനായിട്ട് അറിയില്ലായിരിക്കും. പക്ഷേ നമ്മളെക്കാൾ നമ്മളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളുണ്ട്. അതാണ് പ്രപഞ്ചശക്തി. അപ്പം നമ്മൾ തെറ്റായ വഴിയിലൂടെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ലതല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിൽ, നിങ്ങൾ എന്ത് മാനിഫെസ്റ്റേഷനും എന്ത് ലോ ഓഫ് അട്രാക്ഷൻ വിചാരിച്ചാലും അത് നടക്കില്ല. അത് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ മാതാപിതാക്കൾ കുട്ടികൾക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ഇഷ്ടമല്ലേ? പക്ഷെ നമ്മൾ നമ്മുടെ മക്കൾക്ക് ചോക്ലേറ്റ് അധികം വാങ്ങിച്ചു കൊടുക്കും ഇല്ലല്ലോ. കാരണം എന്താ, ഒരു പരിധി വിട്ടാൽ നല്ലതല്ല ആരോഗ്യത്തിന്. അതുമാതിരി നമുക്ക് നല്ലതല്ലാത്ത കാര്യങ്ങൾ പ്രപഞ്ചം നമ്മളിൽ നിന്ന് അകറ്റും. ടോക്സിക് ആയ ആളുകളെ അകറ്റും, ടോക്സിക് ആയ സാഹചര്യങ്ങളെ അകറ്റും. നമുക്ക് ചിലപ്പോൾ വിഷമമുണ്ടാവും, പക്ഷെ അത് നമ്മുടെ നല്ലതിനായി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഡിവൈനിന് പൂർണ്ണമായും സറണ്ടർ ചെയ്ത് കൊടുക്കുക എന്നുള്ള ഒരു മെസ്സേജാണ് ആദ്യം തന്നെ ലഭിക്കുന്നത്. അടുത്തതായിട്ട് ടൈം ടു ബ്രീത്ത് ഔട്ട്, ഡിസെമിനേറ്റിംഗ് മോഡ്, ബ്രീത്ത് ഔട്ട്. എല്ലാ നെഗറ്റിവിറ്റിയും കളയുക. നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴൊക്കെ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഉത്കണ്ഠകൾ, നെഗറ്റീവ് ചിന്താഗതികളൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ടാണ് നമ്മൾ പറയുക. അതേമാതിരി ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ നെഗറ്റീവ്സിനെയും പുറത്ത് കളഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്യേണ്ട സമയമാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ പോസിറ്റിവിറ്റി നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ സ്വാഭാവികമായി പോസിറ്റീവായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടും. വീണ്ടും ഫുൾ മൂൺ ആണ്. ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ച്, ഫുൾ മൂൺ ഇൻ കാപ്രിക്കോൺ. അപ്പോൾ ഒരുപാട് കഷ്ടത്തിലൂടെ കടന്നുപോയ ആൾക്കാരാണ്. പക്ഷെ ഇപ്പം നിങ്ങൾ സ്പിരിച്വാലിറ്റിയിലേക്കും അതിൻ്റെ ഒരു പ്രത്യേകതയിലേക്ക് നിങ്ങളെ ആകർഷിതരായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ടാരോ കാർഡൊക്കെ കാണുന്നത്. അല്ലാതെ എല്ലാവരും ടാരോ കാർഡ് കാണില്ല. നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു ഡിവൈൻ പാതയിലേക്ക് പോകാനുള്ളൊരു സമയമാവുന്നത്, അപ്പോഴാണ് നിങ്ങൾ ഇവ കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകൾക്ക്, ദുരിതങ്ങൾക്കൊക്കെ ഒരു അറുതി വരാൻ പോവുകയാണ് എന്നാണ് പറയുന്നത്.